അതിനിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF-ന്റെ മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥൻ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി. ചാണ്ടിയുമ്മനൊപ്പമാണ് ശബരിനാഥൻ എത്തിയത്. തിരുവനന്തപുരത്തെ വികസനം KS ശബരിനാഥൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് ചാണ്ടിയുമ്മൻ 24-നോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് രാഷ്ട്രീയവും വികസനവും ചർച്ചയാകുമെന്ന് KS ശബരിനാഥൻ പറഞ്ഞു. ടോബി ജോൺസൺ വിവരങ്ങളുമായുണ്ട്. ടോബി, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതിന് ശേഷം ആദ്യമായി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്കാണ് KS ശബരിനാഥൻ എത്തുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളോട് പ്രതികരണം നൽകിയതാണ്. ഇന്നിപ്പോൾ എന്താണ് കൂടുതലായി വ്യക്തമാക്കിയതൊപ്പം ചാണ്ടിയുമ്മന്റെ പ്രതികരണവും നമുക്ക് ലഭിച്ചല്ലോ. അനുജ, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞു വെച്ചത് അത് വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്താൻ സാധിച്ചു എന്നുള്ളതിന്റെ ഒരു സന്തോഷം ശബരിനാഥനുണ്ടായിരുന്നു. എന്തായാലും ചാണ്ടി ഉമ്മനോടൊപ്പമാണ് അദ്ദേഹം ഈ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച് മടങ്ങുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് ഈ കല്ലറയിലെത്തുന്ന ഒരു വ്യക്തി ശബരിനാഥാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മൻ വലിയ ആശംസകൾ നേർന്നാണ് അദ്ദേഹത്തെ വിട്ടത്. മേയറായിട്ട് തിരിച്ചു വരണമെന്നുള്ള ഒരു കാര്യമാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ചാണ്ടിയുമ്മൻ ചില കാര്യങ്ങൾ ഇന്ന് ചൂണ്ടിക്കാണിച്ചു. അതായത് തിരുവനന്തപുരത്തെ വികസനത്തിന് ആരാണ് വിലങ്ങുതടിയായത് എന്ന് ചർച്ച ചെയ്യണമെന്നാണ് ചാണ്ടിയുമ്മൻ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്തിടെ പ്രഖ്യാപിച്ച മെട്രോ റെയിലിനെ കുറിച്ചുള്ള കാര്യമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്ത്, മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തറക്കല്ലിട്ട പദ്ധതിയാണ് മെട്രോ റെയിൽ പദ്ധതി. എന്നാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് അതിലൊന്നും ചെയ്തില്ല. എന്നിട്ട് ഈ അവസാന ഘട്ടത്തിൽ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നുള്ള കാര്യമാണ് ചാണ്ടിയുമ്മൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. എന്തായാലും ശബരിനാഥ് പറഞ്ഞത് രാഷ്ട്രീയവും അതുപോലെ തന്നെ വികസനവും തിരുവനന്തപുരത്ത് ചർച്ചയാകും. ഇത്തവണ ചിട്ടയാർന്ന പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാണെന്നാണ് ശബരിനാഥൻ പറഞ്ഞത്. എന്തായാലും കോൺഗ്രസ് ശബരിനാഥനെ പോലെയുള്ളവരെ രംഗത്തേക്ക് ഇറക്കുമ്പോൾ ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം തിരുവനന്തപുരം അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും കാഴ്ചവെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ബാക്കി സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തേക്ക് വരുന്നത് കൂടി ഒരു ശക്തമായിട്ടുള്ള പോരിലേക്ക് തന്നെ കോൺഗ്രസ് ഇറങ്ങുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ സ്ഥാനാർത്ഥികൾ വരും ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് എത്തുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അനുജ, അതെ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 ഘട്ടമായാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 9-നും 11-നും ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 1-ാം ഘട്ടം, തൃശൂർ മുതൽ കാസർഗോഡ് വരെ 2-ാം ഘട്ടം എന്നതാണ്. നിലവിൽ പെരുമാറ്റച്ചട്ടം, മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ പെരുമാറ്റച്ചട്ടം ബാധകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.